സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. നിന്നെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാ കാരണന്മാർ പഠിപ്പിച്ചു വിടുന്നത് ഞാൻ ഇപ്പോഴറിഞ്ഞത്. സ്വല്പം മാന്യത പഠിപ്പിച്ചു വിടുന്നത് ഞാൻ ഓർത്തത്. കാരണന്മാർ നന്നായാലും മക്കൾ നന്നാവും. അതിനുവേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം, നിന്നെയൊക്കെ നന്നാകാൻ വേണ്ടി. വേറൊന്നും പറയുന്നില്ല, മനസ്സിലായോ? സൗകര്യം ഉണ്ടെങ്കിൽ നീ കോട്ട് ചെയ്താൽ മതി, മനസ്സിലായില്ല? ഇല്ല, വർത്തമാനം പറയുന്നു മാര്യ പോടാവുന്നു. നീ ആരെ പഠിപ്പിക്കാം? വേണ്ടി സ്ഥാനാർത്ഥി വന്നാൽ വോട്ട് ചോദിക്കാൻ അവകാശമുണ്ടെന്ന് ആരാ പറഞ്ഞത്? വളരെ കൂടുതൽ നിന്നെയൊക്കെ നീ കൂടിക്കൊണ്ടിരിക്കും. ഞാൻ മനസ്സിലാക്കാം. മെയ് 2-ാം തീയതി കഴിഞ്ഞാൽ ഞാൻ MLA ആണെന്ന് നീ ഓർത്തു. അതല്ലാതെ പോകില്ല, മനസ്സിലായി? നിന്റെ വോട്ട് ഇല്ലാതെ തന്നെ ഞാൻ MLA ആയിട്ട് ഇവിടെ വരും. അന്ന് നീ നന്നാക്കി, മനസ്സിലായി? അങ്ങനെ പേടിപ്പിക്കരുത്. ഭൂമി ഓടിച്ചാൽ ഓടുന്ന ഏറ്റവും നല്ലതാണ് ഞാൻ നീയൊക്കെ മനസ്സിലാക്കാൻ പറയുക. നിങ്ങൾക്ക് സൗകര്യമുള്ളവർ തൊപ്പിയിൽ വോട്ട് ചെയ്യാം. വോട്ട് ചെയ്തില്ലെങ്കിലും എനിക്ക് വിരോധമില്ല, മനസ്സിലായല്ലോ? 5-ാം നമ്പറാണ്, അതുകൊണ്ട് വോട്ട് ചെയ്യണം. നിന്നെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാ കാരണന്മാർ പഠിപ്പിച്ചു വിടുന്നത് ഞാൻ ഇപ്പോഴറിഞ്ഞത്. സ്വല്പം മാന്യത പഠിപ്പിച്ചു വിടുന്നത് ഞാൻ ഓർത്തത്. കാരണന്മാർ നന്നായാലും മക്കൾ നന്നാവും. അതിനുവേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം, നിന്നെയൊക്കെ നന്നാകാൻ വേണ്ടി. വേറൊന്നും പറയുന്നില്ല, മനസ്സിലായോ? സൗകര്യം ഉണ്ടെങ്കിൽ നീ വോട്ട് ചെയ്താൽ മതി, മനസ്സിലായില്ല? ഇതാണ് രാഷ്ട്രീയം. ഇവിടെ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ അവകാശമില്ല. ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്താൽ നീയൊക്കെ ജയിലിൽ പോയി കിടക്കും. മനസ്സിലായോ? എന്റെ മര്യാദ കൊണ്ട് അത് ചെയ്യും, മനസ്സിലായോ? വർത്താനം പറയുന്നു, എന്നെയാ പേടിപ്പിക്കുന്നത്. ഞാൻ ഈരാറ്റുപേട്ട ജനിച്ചു വളർന്നവനാടാ. ഞാൻ എവിടെ പോകാനാ? ഈരാറ്റുപേട്ടയിൽ ജനിച്ചു വളർന്ന് ഞാൻ എവിടെ പോകാനാടാ? ഇവിടെ തന്നെ കിടക്കും, മനസ്സിലായോ? നീ എന്താ ആര് നേരെ പറഞ്ഞാൽ ഓടുന്നവനല്ലേ ഞാൻ? ആര് പോയാ ഇതിനു മുമ്പ് കൂടിയിട്ടുണ്ട്, മനസ്സിലായോ? ഇങ്ങനെ തന്നെ പോവും, മനസ്സിലാക്കിയോ? ഇല്ല, വർത്തമാനം പറയുന്നു മാര്യ പോടാവുന്നു. നീ ആരെ പേടിപ്പിക്കാം? വേണ്ടി വർത്തമാനം പറയുന്നു. അപ്പോ നല്ലവരായി നിങ്ങൾ സന്മനസ്സുള്ളവർ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. രാഷ്ട്രീയത്തിലെ അതികായൻ BJPയിലേക്ക് ഒറ്റച്ചാട്ടം. ആരും ചിരിക്കുന്നു വേണ്ട, ഞാൻ സത്യമാ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കായം ഒന്ന് നോക്കിയേ. സാമ്പാറിൽ രസത്തിലൂടുന്ന കായമല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ ശരീരം. അതികായനല്ലേ അദ്ദേഹം. PC ജോർജ് നാളിതുവരെ മോദിയെക്കുറിച്ച് ഒരു കുറ്റം പറഞ്ഞിട്ടേയില്ലേ. അദ്ദേഹത്തിന്റെ ഇടനെഞ്ചിലെ വികാരമായിരുന്നു മോദിജി. അതുകൊണ്ടാണ് അദ്ദേഹം 2013 മോദിയുടെ പടമുള്ള ബനിയൻ ഉദ്ഘാടനം ചെയ്യാൻ പോയത്. അല്ലെന്ന് നിങ്ങൾക്ക് പറയാം. അന്ന് മോദിയുടെ ചിത്രമുള്ള പടം ആലേഖനം ചെയ്ത ബനിയൻ 6 വയസ്സുകാരൻ പയ്യൻ കൊടുത്താണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത് തന്നെ. അതുവരെ അദ്ദേഹം ഓർമ്മിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അദ്ദേഹത്തിന് PC-ക്ക് മോദി ഇഷ്ടമല്ലെന്ന് നിങ്ങൾ വെറുതെ പറഞ്ഞു വയ്ക്കുന്നത്. എന്നാലും നമുക്ക് നമ്മുടെ PC-യുടെ മോദി സ്തുതി പാടലുകൾ ഒന്ന് കേട്ടിട്ട് വരാം. ഞാൻ 2013 അതായത് മോദിയുടെ ഈ നമ്മുടെ ഈ ക്ഷേത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മോദിയുടെ പ്രിന്റ് ചെയ്ത ബനിയൻ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ കൊടുത്തു. അത് കേരളത്തിൽ ഉദ്ഘാടനം ചെയ്ത് തരാമെന്നറിയോ? ഞാൻ 2013 കോട്ടയം പത്രക്കാരോട് ചോദിക്കുക, കോട്ടയത്ത് നമ്മുടെ തിരുനക്കരയല്ല, നമ്മുടെ പോലീസ് പരേഴ്സ് ഗവൺമെൻറ് തൊട്ട് ഞാൻ അങ്ങനെ ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല. ചുമ്മാ വൃത്തിയോട് പറഞ്ഞ് ശരിയാണോ? അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ മോശം. അതുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം മോദിജി സ്തുതി പാടുന്നത് നിങ്ങൾക്ക് കേൾക്കണം, ഒന്ന് കേട്ടു നോക്കൂ. ആദ്യം ഞാൻ വിചാരിച്ച മോദി ഒരു നല്ല പ്രധാനമന്ത്രിയാണെന്ന് എൻ്റെ ഒരു മനസ്സിൽ. പക്ഷെ ഇപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി അദ്ദേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുക. 5-1 പെട്രോളിന്റെ വില കുറഞ്ഞിട്ടും ഇപ്പോഴും പെട്രോൾ വില കൂട്ടിക്കൊണ്ടിരിക്കുന്ന മോദി ഈ പണം മുഴുവൻ എങ്ങോട്ട് കൊണ്ടുപോകുന്ന അറിയണ്ടേ? അത് കേരളത്തെയും ഇന്ത്യയും വിറ്റ് ചുട്ടു തിന്നുന്നത് തുല്യമാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടി എന്നാണ് എന്റെ അഭിപ്രായം. അതായത് പെട്രോളിന്റെ വില കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിൽ ചെറിയ എന്തെങ്കിലും എമൗണ്ട് കൂട്ടിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അത് ടോട്ടലായിട്ട് വർധന ഉണ്ടാവുന്നില്ലല്ലോ, വില കുറയുകയാണ് ചെയ്യുന്നത്. CCAക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിനെ അനുകൂലിച്ച് നമ്മുടെ PC ജോർജ് സംസാരിക്കുന്നത് കേൾക്കേണ്ടതാണ്. നിയമസഭയിലെ ആ പ്രസംഗത്തിൽ മോദിജി എത്ര മനോഹരമായാണ് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയോ? അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്താൽ സംഗീതം പോലെ സാന്ദ്രമായ ഒരു രാജ്യമാണിത്. അതിൽ പലവിധ പൂക്കളുമുണ്ട്. അതിലോട്ട് ഒരു അവസരം കൂടി മെനഞ്ഞാന്ന് കടന്നുകൂടി. അത്രയേ ഉള്ളൂ നിലവിൽ. ഞാൻ അങ്ങനെ ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല. ചുമ്മാ വൃത്തിയോട് പറഞ്ഞ് ശരിയാണോ? അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ മോശം. അതുകൊണ്ടാണ് പറയുന്നത്. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സഖാവ് അവതരിപ്പിച്ച പ്രമേയത്തെ 100% അനുകൂലിക്കുകയാണ്. സർ, ഇവിടെയുള്ള പ്രശ്നം കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ഭരണം കിട്ടിയിരിക്കുകയാണ്. അവിടെ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. അവരെന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത പ്രധാനമന്ത്രിയും ഭരണാധികാരികളും. അവിടെയാണ് സാർ കുഴപ്പം.
എന്ത് ചെയ്യണമെന്നറിയില്ല. കിട്ടിയിരിക്കുക ആദ്യം പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഭരണം, അത് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വിമിഷ്ടപ്പെടുകയാണ്. സാർ, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താ സാർ? നമ്മുടെ ഹിമാലയം മുതൽ കന്യാകുമാരി വരെയുള്ള ഒരു പ്രദേശം സാർ, ഇത് ബഹുസ്വരതയുടെ നാടല്ലേ സാർ? ഇത് സംഗീതം പോലെ സാന്ദ്രമാണ് സാർ. ഞാനിത് വെറുതെ പറയുന്നത്, സംഗീതം പോലെ സാന്ദ്രമായ ഒരു രാജ്യം, അതിൽ വളരെയേറെ പുഷ്പങ്ങളുണ്ട് സാർ. അതിൽ എനിക്ക് മനസ്സിലാകത്ത് അതിനകത്തേക്ക് ഒരു അവസരം കടത്തിവിടുകയല്ലേ, മനസ്സിലാക്കേണ്ട കാര്യമാണ്. സംഗീതം പോലെ സാന്ദ്രമായ ആ പ്രദേശത്തേക്ക് ഒരു അവസരം കടത്തിവിടുന്ന രീതിയിലല്ലേ ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്? ഇതാർക്ക് വേണ്ടിയാണ് സാർ? ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ടതാണോ സാർ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് ആരാണ് സാർ? ഇന്ത്യ ഗേറ്റിൽ പേരെഴുതി വെച്ചിട്ടുണ്ടല്ലോ സാർ. അതിൽ അന്തരിച്ച ജീവൻ പണയപ്പെടുത്തി യുദ്ധം ചെയ്ത് മരിച്ചവരുടെ കണക്കുണ്ട്. 62% മുസ്ലിം സഹോദരങ്ങളാണ്. ആ മുസ്ലിം സഹോദരന്മാരെയാണ് സാർ ഒഴിവാക്കുന്നത്. എന്ത് ന്യായമുണ്ട്? അതാണ് മനസ്സിലാക്കാത്തത്. ഇന്ത്യ എന്ന് പറയുന്നത് മോദിയോ അല്ലെങ്കിൽ അതുപോലെ ആളുകളോ ചിന്തിക്കുന്ന ജനവിഭാഗത്തിൻ്റെ മാത്രമല്ല. അതാണ് ഇവിടുത്തെ ബഹുസ്വരത എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് സാർ. ഇവിടുത്തെ മുസ്ലിം സമൂഹം ഏറ്റവും വലിയ സംഭാവന ഇന്ത്യ എന്ന മഹത്തായ രാജ്യം നിലനിൽക്കാൻ, ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിൻ്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും ആവശ്യത്തിൽ കൂടുതൽ സംഭാവന നൽകിയ ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. ആ മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കാൻ നടത്തുന്ന നീക്കം അപലപനീയമാണ്, ശക്തമായി എതിർക്കേണ്ടതാണ്. ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളുടെ, മതേതര വിശ്വാസികളുടെ ചവത്തിൽ ചവിട്ടി നിന്നല്ലാതെ മോദിക്കും പാർട്ടിക്കും ഈ നിയമം നടപ്പാക്കാൻ കഴിയില്ല എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രമേയത്തെ ശക്തമായി പിന്താങ്ങുകയാണ്. PC ജോർജിന്റെ BJPയിലേക്കുള്ള വരവിനെ ശോഭാ സുരേന്ദ്രൻ സ്വാഗതം ചെയ്ത വാക്കുകൾ ഹൃദയസ്പർശിയാണ്. ശോഭാ സുരേന്ദ്രൻ ഇത്രയേറെ PC ജോർജിനെ മനസ്സിലാക്കിയിരുന്നോ എന്ന് ഞാൻ സംശയിച്ചു പോകും. നിങ്ങളിത് കേട്ടു നോക്കൂ. ഒരു നാണം കെട്ട ഒരു നേതാവ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ പേര് PC ജോർജ് എന്നാണ്. PC ജോർജിന്റെ പേരിന്റെ ഇനീഷ്യലിന്റെ ഫുൾ ഫോം അത് ഞാനല്ല പറഞ്ഞത്, ഒരു സമുദായ സംഘടനയുടെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത് PC ജോർജിനെ പരമചറ്റ എന്ന് വിളിച്ചിട്ടാണ്. അപ്പോ അത് എല്ലാവരും കൂടി വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബഹുമാനപ്പെട്ട PC ജോർജ് സ്വയം അധപ്പതിക്കരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. കേരളം കടക്കണിയിലാണ്. പക്ഷേ ഇന്ത്യയുടെ കടം PC ജോർജ് അറിയുന്നേയില്ല. 10 വർഷത്തിന് ശേഷം ഇന്ത്യയുടെ കടം എത്രയായി? ഇപ്പോൾ കേരളത്തിന് ഗതി എന്നതാണ് 4 ലക്ഷം കോടി രൂപ കടം, മുഖ്യമന്ത്രി കുടുംബം മുഴുവൻ അഴിമതി, മുഴുവൻ കച്ചവടം. ഇന്ത്യയുടെ പൊതുകടം 155 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചിരിക്കുന്നു. 1948 മുതൽ 2014 വരെയുള്ള 66 വർഷക്കാലം ഇന്ത്യയുടെ പൊതുകടം 55 ലക്ഷം കോടി രൂപ മാത്രമായിരുന്നത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 3 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. സാമ്പത്തിക വർഷം 2015-നും 2023-നും ഇടയിൽ കേന്ദ്ര സർക്കാർ 100 ലക്ഷം കോടി രൂപ കടമെടുത്തിരിക്കുന്നു. അതായത് കേവലം 9 വർഷ കാലയളവിനുള്ളിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് 100 ലക്ഷം കോടി രൂപ രാജ്യത്തിന് കടം സൃഷ്ടിച്ചു. PC ജോർജിന്റെ നേതൃത്വത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിലെ പ്രമുഖ പാർട്ടിയായി മാറും. അതിൽ ഏതൊരു സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. മത്സരിച്ച് കഴിഞ്ഞാൽ PC പത്തനംതിട്ട ജയിക്കുമോ? 100%. 1 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം കിട്ടും, ഒരു സംശയമില്ല. അതായത് എഴുതി കിട്ടുമോ 1 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം ജയിക്കും. പക്ഷേ ഒരു പ്രശ്നം കടത്തി പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ നോക്കിക്കോളൂ, 1 മാസത്തെ പ്രവർത്തനം കഴിയുമ്പോൾ കേരളത്തിൽ നിന്ന് ഇതുവരെ ഒരു അക്കൗണ്ടും ഇല്ലല്ലോ. ഞങ്ങൾ BJPയെ തകർത്ത് വെച്ചിരിക്കുകയല്ലേ, LDF UDF കൂടെ. PC ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോഴുള്ള പ്രശ്നം, ഇപ്പോൾ BJP 12.75% വോട്ട് മാത്രമുള്ള പാർട്ടിയാണ്. 2016 അപേക്ഷിച്ച് 2021 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റത്തെ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്ക് വോട്ട് കുറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് BJP. താങ്കൾ അതിൽ ചേർന്നു എന്നുള്ളത് ശരിയൊക്കെ തന്നെ. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെയൊക്കെയാണോ? എന്നാൽ റിയലിസ്റ്റിക് ആയിട്ട് അങ്ങ് എഴുതിയിട്ടോ, നമ്മുടെ മാതൃവിച്ചാലല്ലേ ഇത് എഴുതിയിട്ടോ. മിനിമം 5 സീറ്റിൽ MP-മാർ കേരളത്തിൽ നിന്നും ഇവിടെ BJP താമര ചിഹ്നത്തിൽ ഇവിടെ കാണും, എഴുതിയിട്ടോ. ഞാനല്ല പറഞ്ഞു, കാണിച്ചു തരാം. ഏതാ ഞാൻ 2015 ഒറ്റയ്ക്ക് നിൽക്കുന്നവരല്ലേ, എന്നാൽ റിയലിസ്റ്റിക് ആയിട്ട് അങ്ങ് എഴുതിയിട്ടോ, നമ്മുടെ മാതൃവിച്ചാലല്ലേ ഇത് എഴുതിയിട്ടോ. മിനിമം 5 സീറ്റിൽ MP-മാർ കേരളത്തിൽ നിന്നും ഇവിടെ BJP താമര ചിഹ്നത്തിൽ ഇവിടെ കാണും, എഴുതിയിട്ടോ.
മുഖ്യമന്ത്രി കൊള്ളക്കാരനാണെങ്കിൽ പ്രധാനമന്ത്രി കാട്ടുകള്ളനായിരിക്കും. അവിടെ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഔദാര്യപ്പെട്ട നിലയായിട്ടുണ്ട്. ഒരു കൊള്ളക്കാരൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു. ആ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം എന്ത് ചെയ്യും? തോക്കുന്നതിന് വേണ്ടി മത്സരിക്കുന്ന ഏക പാർട്ടിയായി മാറി BJP. അതിന് പിന്നിലും ഒരു ലക്ഷ്യമുണ്ട്. വരുന്ന കുഴൽപ്പണം ജയിച്ചാൽ വീതിക്കേണ്ടി വരില്ലേ? മറിച്ചായാൽ അതിന്റെ ആവശ്യമില്ലല്ലോ. BJP അടുത്ത കാലത്തെങ്ങും കേരളം ഭരിക്കില്ലെന്ന് പാർട്ടി MLA O രാജഗോപാൽ. കേരളത്തിൽ BJP ഭരിച്ചിട്ടില്ലെന്നും അടുത്തെങ്ങും വരാനും സാധ്യതയില്ല എന്നുമാണ് O രാജഗോപാൽ പറഞ്ഞത്. നിയമസഭയിൽ ധനവിനിയോഗ ബില്ലിന്റെ ചർച്ചയ്ക്കിടെയായിരുന്നു രാജഗോപാലിന്റെ പരാമർശം. കേരളത്തില് BJP അല്ല ഭരിക്കണത്, ഭരിച്ചിട്ടുമില്ല, അടുത്തൊന്നും വരാനുള്ള സാധ്യത കാണുന്നില്ല. പോപ്പുലർ ഫ്രണ്ടുമായി എന്തൊരു ചങ്ങാത്തമായിരുന്നു. ഇപ്പോൾ എന്താ പറ്റി? അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ലയിപ്പിക്കുമെന്ന് വരെ പറഞ്ഞതാ. പക്ഷെ ഇപ്പൊ ഗോവിന്ദയായി. നേതാക്കന്മാരെ എന്റെ മുന്നിൽ ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുന്ന നല്ലവരായ എന്റെ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, ഈ സമ്മേളനം നടത്തിയേ തീരൂ എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ നല്ലവരായ സഹോദരങ്ങളെ, പ്രിയകരായ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എനിക്ക് ഒന്നും പറയേണ്ട കാര്യമില്ല എന്ന വികാരത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം പ്രിയങ്കരനായ അബൂബക്കർ സാഹിബ് പ്രതിലോമ ശക്തികൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ പറ്റി പറയുന്ന ദുരാരോപണങ്ങൾക്കെല്ലാം അക്കമിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ മറുപടി പറഞ്ഞു കഴിഞ്ഞ് ഇനി PC ജോർജ് കൂടി മറുപടി പറയേണ്ട കാര്യമില്ല. അത്രമാത്രം വ്യക്തമായ മറുപടിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നൽകിയിട്ടുള്ളത്. ഇവിടെ എത്തിയിരിക്കുന്ന നല്ലവരായ മാധ്യമ സുഹൃത്തുക്കൾ ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ അറിയുന്നവരാണ് എല്ലാവരും. നിങ്ങളോട് ഒരു അപേക്ഷ എനിക്കുണ്ട്. അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങൾ നിങ്ങൾ നാളെ പത്രത്തിലൂടെ ലോകത്തെ അറിയിക്കാനുള്ള സന്മനസ് പ്രകടിപ്പിക്കണം. അത്ര ആ സന്മനസ് നിങ്ങൾ പ്രകടിപ്പിച്ചാൽ മോദി മുതൽ പിണറായി വിജയൻ വരെയുള്ള അധികാരവർഗത്തിന്റെ ഹുങ്കും ധാർഷ്ട്യവും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. അതാണ് അതിന്റെ കാര്യം. ഇത് ജനങ്ങൾ അറിയണ്ടേ? മാധ്യമ കടമയാണ്. ആ കടമ നിറവേറ്റാൻ ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളോട് മാത്രമല്ല മാധ്യമ മുതലാളിമാരോടും PC ജോർജ് അഭ്യർത്ഥിക്കണം. ഇവരെന്ത് റിപ്പോർട്ട് ചെയ്താലും മുതലാളിമാരാണ് എന്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കും. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. മറ്റൊരു തെറ്റിദ്ധാരണയും ആർക്കും ആവശ്യമില്ല. ഇവിടെ എന്താണ് പോപ്പുലർ ഫ്രണ്ടിനോട് ഇത്ര മനപ്രയാസം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് നടക്കണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ ഞാൻ ഫാസിസ്റ്റാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നും നടക്കരുത് എന്ന് തീരുമാനിച്ചാൽ അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയുമോ? ഭരണകൂട ഭീകരത ഏതറ്റം വരെ എത്തിയിരിക്കുന്നു. മോദി എന്ന് പറയുന്ന നമ്മുടെ ഭീകരനായ പ്രധാനമന്ത്രി ബഹുമാനവും ആദരവുമുണ്ട്. അദ്ദേഹം ഹിന്ദു വർഗീയതയെ താലോലിച്ചുകൊണ്ട് RSS സംഘടനകൾക്ക് സംഘപരിവാറിന് ശക്തി പകർന്നുകൊണ്ട് മറ്റുള്ള സംഘടനകളെ മുഴുവൻ അടിച്ചമർത്തിക്കൊണ്ട് മുൻപോട്ട് പോകാം എന്ന് ആഗ്രഹിച്ച് വ്യാമോഹിച്ച് പ്രവർത്തനവുമായി മുമ്പോട്ട് വന്നാൽ ഇന്ത്യ പോലൊരു മതേതര രാഷ്ട്രത്തിൽ നടക്കുമോ മോദിജി? ചിന്തിക്കണം എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കണം.
നേതാവായിട്ട് പറയുന്ന ബഹുമാനപ്പെട്ട പിണറായി സഖാവിനോട് വളരെ എളിമയോടുകൂടി ഞാൻ ചോദിക്കട്ടെ, ഇത് നടത്തി എന്ന് പറയുന്ന സംഭവമൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെയെങ്കിൽ അങ്ങ് കൊലപാതക രാഷ്ട്രീയം നടത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. SDPIയുമായുള്ള സഹകരണം അവസാനിപ്പിച്ചെന്ന് PC ജോർജ്. ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കാൻ SDPI തയ്യാറാകണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തരായ മുന്നണിയുമായി ധാരണയുണ്ടാകും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പ്രബോധനങ്ങളിൽ വിശ്വസിക്കുന്ന ആർക്കും ചേരാത്ത വർഗീയ വികാരം വളർത്തുന്നതിൽ അവർ മുമ്പോട്ട് പോകുന്നു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് SDP യുടെ പ്രവർത്തനത്തെ ഞാൻ എതിർക്കുന്നത്. ഞാനിപ്പോൾ അവരോടൊപ്പം പങ്കുചേരാൻ ആഗ്രഹിക്കുന്നില്ല.